ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കെട്ടുങ്ങക്ക് പോണത്. അപ്പോൾ അതിൻ്റെ പോണത് മാത്രമേ കാണിച്ചിട്ടുണ്ടായുള്ളൂ, കെട്ടുങ്ങ നമ്മൾ കാണിച്ചിട്ടുണ്ടായില്ല. ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞ മനോഹരമായ കെട്ടിട്ടോ. ഇവിടെ കുറേ കുട്ടികൾ തെങ്ങിൻ്റെ തടി മറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ആ കുട്ടികളെ കാണിക്കുന്നത് കാണാൻ. അങ്ങനെ സിജും സോനും വെള്ളത്തിൽ ഇറങ്ങി കയറി കൊണ്ടൊക്കെ നിൽക്കുകയാണ്. എൻ്റെ ഒരു സോപ്പിടാണ് കുഞ്ഞുമാമ പ്ലീസ് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സോപ്പിടാട്ടോ. അങ്ങനെ ഞാനും വെള്ളത്തിൽ ഇറങ്ങിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങാണ്. പക്ഷേ എനിക്ക് നനയാനൊട്ടും താല്പര്യം ഉണ്ടായില്ല. വണ്ടിമ്മ പോകുമ്പോൾ നനഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സോനും സിജും വെള്ളത്തിൽ ഫുള്ളായിട്ടും ഇറങ്ങി നനഞ്ഞ് സോനൊക്കെ ഇരിക്കണണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്, പിന്നെ നല്ല സൗണ്ടാണ് കേട്ടോ ആ വെള്ളം ചാടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. റിഫമൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അവളെ ഇറക്കിയില്ല കേട്ടോ. അങ്ങനെ സിജു അതിൻ്റെ ആ വെള്ളം ചാടുന്നില്ല, അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ നോക്കാൻ കേട്ടോ. അങ്ങനെ സോനു അതിൻ്റെ അകത്ത് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന്. അപ്പോൾ റിഫമോൾ എൻ്റെ അടുത്ത് പറയണം ചീഞ്ഞ് വരുമ്പോഴും ഇങ്ങോട്ട് വരണം കേട്ടോ. നമുക്ക് സമയം ഒട്ടും ഉണ്ടാവാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരമാണ് നിന്നിട്ടുണ്ടായുള്ളൂ. ഇൻഷാ അല്ലാ ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇവരെയും കൊണ്ട് ഇനിയും ഇങ്ങോട്ട് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മഴ നല്ല കനത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റൂല. മഴയ്ക്ക് മഴ വരുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. എൻ്റെ സിജുവിന് ഇങ്ങനെ കനാലിലൊക്കെ പോയിങ്ങാണ്ട് ഇപ്പോൾ നീന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ റിഫമോൾ എൻ്റെ അടുത്ത് അറിഞ്ഞു ചീനിക്ക് ആ വെള്ളം ചാടുന്നതിന് മുകളിൽ കൂടെ പോകണമെന്ന് പറയാണ്ട് റിഫ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ വെച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സിജു സോനും ആ ബണ്ട് കൊണ്ട് നടന്നിട്ട് അപ്പുറവശത്തേക്ക് എത്തിക്കാണ് കേട്ടോ. എനിക്കതിൽ പോകാൻ പേടിയായി, തന്നെ എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. റിഫമോളെ കുറച്ചൊക്കെ ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണ്. ഇത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ റിഫമോൾ ഇതേ കയറി നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് താഴത്തോട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള കുറച്ച് കുട്ടികളോട് ചോദിച്ചോടാ നിങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ പോകാറ്, നിങ്ങൾ ഇവിടേക്ക് സ്ഥിരം വരുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ അലക്കണത്തമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രിയാണ് ഇത്ത പോവാറ്, ഉച്ചക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോയെങ്കിൽ പോയി, ഇല്ലെങ്കിൽ നിങ്ങൾ ഫുഡും കൊണ്ട് ഇങ്ങോട്ട് വരലാണ്, ഞങ്ങളിവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായി, ഈ വെക്കേഷനൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ ആ കുട്ടികൾ. പെട്ടെന്ന് തന്നെ മഴക്കാർ വെച്ച പോലെ തോന്നിട്ടോ. മഴക്കാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കണത് നല്ലതല്ല, കാരണം പെട്ടെന്ന് മലക്ക് മഴ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി ഉണ്ടാകും, ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാനും അതിൻ്റെ മേലേക്ക് പോയി. സോനും അവിടെ നിന്ന് ചാടി, സിജുമോനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ നടക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. സോന് ചാടിയ പിന്നെ കലങ്ങിയ വെള്ളം വന്നിട്ടില്ലേ, അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയായിരുന്നു കലങ്ങിയ വെള്ളം വരുന്നത് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ചൂണ്ടക്കുളത്തുമ്പോൾ മീനെ കുടുങ്ങിയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സോനു സിജു അതിലേ പോയിട്ട് ഇതിൽ തിരിച്ചു വരികയാണ്. അങ്ങനെ സോനു സിജും റിഫമോളും കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയ ഗൈസ്. അപ്പം ഞങ്ങൾ പോവുകയാണ്. പോണതിന് മുന്നേ ഞാൻ ആ മേലെ കുറച്ച് കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റിഫമൊക്കൊന്ന് പോരാൻ ആഗ്രഹം തന്നെയല്ല, പക്ഷേ സമയമില്ലാത്ത കാരണം നമ്മൾ പോവാൻ. ഞാൻ സിജുവിനും സോനൊക്കെ വിളിച്ചിട്ട് അവർ വന്നും കൂടില്ലേ ഗൈസ്. അങ്ങനെ എല്ലാവരും ആട്ടിത്തൊളിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മുകളിൽ കണ്ട കുട്ടികളിങ്ങനെ പന്തളിക്കുന്നൊക്കെ ഉണ്ട്, അവർ എൻജോയ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക്